എല്ലാവർക്കും നമസ്കാരം. പെട്ടെന്ന് ശരീരത്തിൽ ഒരു ചതവുണ്ടായി അല്ലെങ്കിൽ കൈക്കോ കാലിനോ ഉള്ള ഉളുക്ക്, ഇതുപോലുള്ള സാഹചര്യങ്ങളിലും മുട്ടുവേദന, നടുവേദന, പേശിവേദന ഇങ്ങനെ ശരീരത്തിൽ വേദന വന്നാലും പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന തൈലമായിരുന്നു കായ തിരുമേനി തൈലം. കേരളത്തിലെ പരമ്പരാഗത മർമ്മ ചികിത്സയിലും കളരിപ്പയറ്റിലും വളരെ പ്രാധാന്യത്തോടെ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധ തൈലമാണ് കായ തിരുമേനി തൈലം. ശരീരത്തിലുണ്ടാകുന്ന ചതവ്, മുറിവ്, ഉളുക്ക്, അസ്ഥിപേശി വേദനകൾ, നീർവീക്കം എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകാൻ ഈ തൈലം സഹായിക്കും. കായ തിരുമേനി തൈലം എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെ ശരിയായി പുരട്ടണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കാം. നമുക്കൊരു പരിക്ക് പറ്റുമ്പോൾ ആ സ്ഥലത്തെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കും. ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി ചർമ്മത്തിനടിയിൽ രക്തം കട്ട പിടിക്കും. ഇതാണ് പിന്നീട് നീരായും കടുത്ത വേദനയായും മാറുന്നത്. കായ തിരുമേനി തൈലം ചെറു ചൂടോടെ പുരട്ടുമ്പോൾ ചർമ്മത്തിലെ സുഷിരങ്ങളിലൂടെ ഇത് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കും. ഇത് കട്ട പിടിച്ച രക്തം കുറയ്ക്കാനും അവിടെയുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കും. മർമ്മസ്ഥലങ്ങളിലുണ്ടാകുന്ന ആഘാതം ലഘൂകരിക്കാനും നാഡീ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. പേശികളിലെ വലിവ്, കടുത്ത വേദന എന്നിവ കുറച്ച് ആ ഭാഗത്തെ ചലനശേഷി വീണ്ടെടുക്കാനും ഇത് നല്ലതാണ്. കായ തിരുമേനി തൈലത്തിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നോക്കാം. ഈ തൈലത്തിന് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും 4 വിധത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. വേദന കുറയ്ക്കാൻ, പേശികളിലെയും സന്ധികളിലെയും വേദന വേഗത്തിൽ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ടാണ് വീഴ്ച, ഉളുക്ക്, മസിൽ പിടുത്തം, നടുവേദന തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഗുണം നീർവീക്കം കുറയ്ക്കുന്നു. വീഴ്ചയോ പരിക്കോ മൂലം ശരീരഭാഗങ്ങൾ വീർത്തു വരുന്നത് തടയാൻ ഈ തൈലം സഹായിക്കും. രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു. ചതവുള്ള സ്ഥലങ്ങളിൽ രക്തം കട്ടപിടിച്ച് കിടക്കുന്നത് കുറച്ച് അവിടെ രക്തയോട്ടം സുഗമമാക്കാൻ ഇത് സഹായിക്കും. നാലാമത്തേത്, ഇത് കോശങ്ങളുടെ പുനരുജ്ജീവനത്തിനും സഹായിക്കും. ചെറിയ മുറിവുകൾ, പേശികളിലെ ചെറിയ പൊട്ടലുകൾ, ടിഷ്യൂ ഡാമേജ് എന്നിവ വേഗത്തിൽ സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും. ഇനി ഏതെല്ലാം സാഹചര്യത്തിലാണ് കായ തിരുമേനി തൈലം ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. കൈക്കോ കാലിനോ ഉണ്ടാകുന്ന ഉളുക്കുകൾ, കളിക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുമ്പോൾ ജോയിന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. എവിടെയെങ്കിലും ശക്തമായി ഇടിക്കുകയോ വീഴുകയോ ചെയ്താൽ ചർമ്മത്തിനിടയിൽ കറുത്ത നിറത്തിൽ രക്തം കട്ടപിടിക്കാറുണ്ട്. അത്തരം ചതവുകൾക്ക് ഈ തൈലം നല്ലതാണ്. പ്രായമായവരിലും ജോലിഭാരം കാരണം കഷ്ടപ്പെടുന്നവർക്കും കാണുന്ന വിട്ടുമാറാത്ത നടുവേദന, കഴുത്ത് വേദന, മുട്ടുവേദന എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. തൊലിപ്പുറത്തുണ്ടാകുന്ന ചെറിയ പോറലുകളും ചെറിയ മുറിവുകളും ഉണക്കാൻ ഇത് സഹായിക്കും. കായിക താരങ്ങൾക്കും ജിമ്മിൽ പോകുന്നവർക്കും ഉണ്ടാകുന്ന മസിൽ പിടുത്തം, വേദന എന്നിവയ്ക്കും ഇത് നല്ലതാണ്. കുട്ടികൾ കളിക്കുന്നതിനിടയിൽ വീണുണ്ടാകുന്ന ചെറിയ ചതവുകൾക്കും മുട്ടുകാലിലെ പോറലുകൾക്കും ഇത് പുരട്ടുന്നത് നീര് വരാതിരിക്കാൻ സഹായിക്കും. രാത്രി കിടക്കാൻ നേരം ഉപ്പൂറ്റി വേദനയുള്ള ഭാഗത്ത് ഈ തൈലം പുരട്ടി കിടക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഈ തൈലം ഉപയോഗിക്കേണ്ട ശരിയായ രീതി നോക്കാം. തൈലം ചെറുതായി ചൂടാക്കുക. ആവശ്യത്തിന് തൈലം ഒരു ചെറിയ പാത്രത്തിലെടുക്കുക. ചൂടുവെള്ളത്തിന് മുകളിൽ പാത്രം വെച്ച് ചെറുതായി ചൂടാക്കാം. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ചൂടിൽ നേരിട്ടും ചെറുതായി ചൂടാക്കാം. തൈലം അമിതമായി ചൂടാക്കരുത്. ചെറു ചൂടുള്ള തൈലം ചർമ്മത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യപ്പെടും. വേദനയോ ചതവോ ഉള്ള ഇടത്ത് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് നന്നായി തുടച്ചതിന് ശേഷം മാത്രം തൈലം പുരട്ടുക. തൈലം പുരട്ടുമ്പോൾ ഒരിക്കലും ശക്തമായി അമർത്തി തിരുമരുത്. അങ്ങനെ ചെയ്താൽ പേശികൾക്ക് കൂടുതൽ കേടുപാടുകൾ വന്നേക്കാം. മുകളിൽ നിന്നും താഴേക്ക് എന്ന രീതിയിൽ വളരെ മൃദുവായി തടവുക. തൈലം പുരട്ടിയ ശേഷം അനക്കാതെ കുറഞ്ഞത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വിശ്രമിക്കാൻ അനുവദിക്കുക. ഈ സമയത്താണ് തൈലത്തിന്റെ ഔഷധ ഗുണങ്ങൾ ശരീരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാം. രക്തസ്രാവമുള്ളതോ ആഴത്തിലുള്ളതോ ആയ മുറിവുകളിൽ ഈ തൈലം നേരിട്ടൊഴിക്കരുത്. എല്ലിന് പൊട്ടലുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ സ്വയം തിരുമാൻ ശ്രമിക്കരുത്.